ഇന്ന് നമ്മൾ എളുപ്പത്തിലുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. ചില ദിവസങ്ങളിൽ അങ്ങനെയല്ലേ, നമുക്ക് കുറേ പ്രോസസ്സുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നേരം ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെ നേരമില്ലെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഹെൽത്തി ആയിരിക്കണം, ബാലൻസ്ഡ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പം നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഉപ്പുമാവാണ്. അതിന് ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ചു. ഇനി തീ ഒന്ന് സിമ്മിൽ വെച്ചോളൂ കേട്ടോ. കടുക് ഇടാൻ നേരത്ത് തീ സിമ്മിലിട്ടാൽ മതി. പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്തു, വറ്റൽമുളക് ഇട്ട് കൊടുത്തു. സിമ്മിലല്ലെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തു. ഒന്ന് മൂപ്പിച്ചെടുക്കുക. ആ മുളകിൻ്റെ കളറൊന്ന് മാറണ വരെ ഒന്ന് മൂപ്പിക്കുക. പിന്നെ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തു. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇനി കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചാൽ കുഴപ്പമില്ല. പിന്നെ നമ്മുടെ അവസാനം നമ്മൾ സവാള ചേർത്തു. ഇത് 2 കപ്പിലേക്കുള്ള അളവാണ് കേട്ടോ. അപ്പോൾ 2 സവാള ചേർത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ അനുസരിച്ച് എടുക്കുക. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്, അത് ഇത്തിരി കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. കാരണം ഉപ്പുമാവ്, റവയുടെ ഉപ്പുമാവിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നമ്മളതിൽ ചേർക്കുന്ന സാധനങ്ങളാണ് ആ ഉപ്പുമാവിനെ ഹെൽത്തി ആക്കുന്നത്. പിന്നെ നമ്മളിതിൽ വെള്ളത്തിന് പകരം നാളികേരപ്പാലാണ് ചേർക്കുന്നത് കേട്ടോ. 1 കപ്പ് റവ എടുക്കുന്നുണ്ടെങ്കിൽ 2 കപ്പ് നാളികേരപ്പാൽ. അതായത് കപ്പ് മീൻസ് ഏത് പാത്രത്തിലോ, 1 ഗ്ലാസ് ആണെങ്കിൽ 2 ഗ്ലാസ് നാളികേരപ്പാൽ. അതാണ് ഇതിൻ്റെ അളവ്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തു. കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഇത് ഫുൾ ഫ്ലെയിമിൽ വയ്ക്കാം, തിളച്ച് വരട്ടെ. നാളികേരപ്പാൽ ഒഴിച്ചതുകൊണ്ട് ഇനി മൂടി വയ്ക്കേണ്ട തന്നെ തിളച്ച് വരട്ടെ. അപ്പോൾ നല്ല തിളച്ച് വരുമ്പോൾ സിമ്മിലിടുക. സിമ്മിലിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ 2 കപ്പ് റവ ചേർത്ത് കൊടുത്തു. അത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ സിമ്മിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചിട്ട് സിമ്മിൽ തന്നെ ഇരുന്നോട്ടെ. 3 മിനിറ്റ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. 3 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാൽ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ടാവും. വെള്ളം ചില റവ അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് കുറച്ച് വേണമെങ്കിൽ കൂട്ടി ഒഴിക്കുക കേട്ടോ. ചില റവ വേഗം ഇങ്ങനെ കുഴഞ്ഞു പോവും, ചില റവ നല്ല ഉലർന്ന് കിട്ടും. അപ്പോൾ അതേ 3 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്നിട്ട് നല്ല ഉലർത്തിയ ഉപ്പുമാവാണ് കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ വിടർന്ന് കിടക്കണ പോലത്തെ ഉപ്പുമാവാണ്. ഇങ്ങനെ കുഴഞ്ഞ പോലത്തെ ഉപ്പുമാവല്ല കേട്ടോ. ഇത് കുഴഞ്ഞ പോലെ ആവണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ചില റവയുടെയാണ് കേട്ടോ അങ്ങനെ. ചില റവ ഇത്ര വെള്ളം ഒഴിച്ചാൽ തന്നെ നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആവാണ്ട് കിട്ടും. അപ്പം നമ്മുടെ ഉപ്പുമാവ് എളുപ്പത്തിൽ കുറച്ചും കൂടെ നാളികേരപ്പാലൊക്കെ ഒഴിച്ച് കുറച്ചും കൂടെ നല്ല ഉപ്പുമാവാക്കിയില്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എളുപ്പപ്പണി ചെയ്യുന്നുണ്ടെങ്കിലും കൂടെ അതിന് കുറച്ചൊന്ന് ഹെൽത്തിയും കൂടെ ആക്കാൻ നോക്കണം. പിന്നെ ഇതിനൊരു കറിയും കൂടെ വേണ്ടേ, ഉപ്പുമാവ് തനിയെ കഴിച്ചാൽ പോരല്ലോ. അപ്പോൾ നമ്മൾ ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വെള്ളത്തിലിട്ട അതേ വെള്ളം തന്നെ ഇതിലൊഴിക്കണത്. കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മുളച്ച് വരാനാണെങ്കിൽ ഇത്ര അധികം വെള്ളം ഒഴിക്കേണ്ട, നികക്കെ വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ ഇരുന്ന് കുതിർന്ന് തലേദിവസം ഇട്ട് വെച്ചാൽ മുളച്ച് വരും. ഇത് മുളപ്പിച്ചിട്ടില്ല. അത് കുക്കറിൽ വെച്ച് വെയിറ്റ് ഇട്ടിട്ടില്ല. വെയിറ്റ് ഇടാണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തു. ഉപ്പിട്ടിട്ടില്ല കേട്ടോ. ആദ്യം തന്നെ ഉപ്പിട്ടിട്ടില്ല. ചെറുതായിട്ടൊന്ന് വേവാകുമ്പോൾ ഉപ്പിടണമല്ലോ. പിന്നെ വീണ്ടും അടച്ചു വയ്ക്കുക. അപ്പോൾ വെയിറ്റ് ഇടണ്ട. അപ്പം നമുക്ക് ഇതിൽ തന്നെ വെച്ച് വേഗം വെന്ത് കിട്ടും. സാധാ പാത്രത്തിൽ വയ്ക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ. വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും. നമുക്ക് സാധാ ഉലർന്ന് ഇട്ടണ്ടേ, ഉപ്പേരി ഉണ്ടാക്കാനല്ലേ. അപ്പോൾ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ട് ആ സമയത്താണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തത്. വെന്തതിന് ശേഷമാണ് ഉപ്പിട്ട് കൊടുത്തത്. വീണ്ടും അടച്ചു വയ്ക്കുക, സിമ്മിൽ തന്നെ വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ പയർ വെന്തു, നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടാണ്. അപ്പോൾ കുറച്ച് വെള്ളമുള്ളൂ, അത് അവിടെ ഇരുന്നിട്ട് ശരിയായിക്കോളും. അപ്പോൾ നമ്മളത് ഓഫ് ചെയ്തു. പയർ വെന്ത് കഴിഞ്ഞപ്പോൾ ഓഫ് ചെയ്ത് അവിടെ വെച്ചു. പിന്നെ നമ്മളിത് കാച്ചാനായിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിൽ ചേർത്ത് കൊടുത്തു. കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുത്ത് കഴിയുമ്പോൾ നമ്മളതിലേക്ക് ക്രഷ്ഡ് ചില്ലി ചേർക്കാം കേട്ടോ. മുളക് കുത്തിപ്പൊടിച്ചത്. ഇവിടെ അപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള മുളക് ഇങ്ങനെ മിക്സിയിൽ 5-6 മുളക് എടുത്തിട്ട് ഒന്ന് കറക്കി എടുക്കുള്ളൂ. മുളക് ഈ കുത്തിപ്പൊടിച്ച മുളക് അങ്ങനെ ഉണ്ടാക്കി വെക്കില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ പൊടിക്കുകയാണെങ്കിൽ മുളകൊക്കെ കഴുകിയൊക്കെ എടുത്ത് പൊടിക്കാമല്ലോ. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. എളുപ്പപ്പണിയാണിത്. പിന്നെ ഈ മുളകിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. പയർ നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്.
ഇതിന് മസാലയിലേക്കുള്ള ഉപ്പ്, കറിവേപ്പിലൊക്കെ ഇഷ്ടമുള്ള അത്ര ഇട്ട് കൊടുത്തു കേട്ടോ. മുളക് നന്നായിട്ട് മൂത്ത് വരണം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഉപ്പേരിക്ക് അത്ര സ്വാദുണ്ടാവില്ല. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച പയറിട്ട് കൊടുക്കുക. ഇതിൽ നാളികേരം ചേർക്കണില്ല കേട്ടോ, കാരണം നമ്മൾ നാളികേരപ്പാൽ ഉപ്പുമാവിൽ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇനി ഇതിൽ വേറെ നാളികേരം എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമുക്ക് ഈ മുളക് മൂപ്പിക്കണേൽ നാളികേരം കൂടി ഇട്ട് കൊടുത്താൽ നാളികേരം ചേർത്ത പയറുപ്പേരിയായി. അങ്ങനെ ഇത് നല്ല സ്വാദുണ്ടായിരുന്നു കേട്ടോ. അത് ചോറിലേക്കും നല്ലതാണ്, സ്കൂളിലേക്കൊക്കെ കൊടുത്തയക്കാൻ കുട്ടികൾക്ക്. നാളികേരം ഇടാത്ത ഉപ്പേരി ഇതുപോലെ എങ്ങനെ എടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. പഴം പുഴുങ്ങിയിട്ടുണ്ട്, ചെറുപയറുപ്പേരി ഉണ്ട്, പിന്നെ നമ്മുടെ പാലുപ്പുമാവ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.